വീണ്ടും റിവെൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പ്രഭാത ചിന്ത സങ്കീർത്തനം 66:12 നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി, ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ശ്രദ്ധിക്കണമേ, സങ്കീർത്തനക്കാരൻ അവിടെ നമുക്കറിയാം, ഒരു പ്രവാസിലായിരിക്കുന്ന ജനം അല്ലെങ്കിൽ അങ്ങനെ തള്ളപ്പെട്ട ഒരു ഗ്രൂപ്പ് അവരുടെ അവസ്ഥകളെക്കുറിച്ച് പറയുകയാണ്. നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി. വേണം ഇങ്ങനെ പറയാം, അവർക്ക് നമുക്കറിയാം ഇസ്രായേൽ മക്കൾക്ക് പിന്മാറ്റം ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ശത്രുവിനെ ദൈവം അനുവദിക്കുന്നുണ്ട്. എനിവേ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി എന്ന് പറഞ്ഞാൽ പാപം ചെയ്യുമ്പോഴും ദൈവസാന്നിധ്യത്തിൽ നാം മാറിപ്പോകുമ്പോഴൊക്കെ നാം ശ്രദ്ധിച്ചോണം, അവിടെ ശത്രുവിന് അധികാരമുണ്ട്. ആദവും ഹവ്വയും പാപം ചെയ്തപ്പോഴാണ് അവരറിയാതെ ആ അതോറിറ്റി പിശാചിലേക്ക് ചെന്നു. അതുകൊണ്ടാണ് യേശുവിനോട് പറഞ്ഞു, വീണ്ടും നമസ്കരിച്ച് ഇതെല്ലാം തരാം. അങ്ങനെയാണ് സാത്താനിലേക്ക് പോകുന്നത്. നാം പാപം ചെയ്യുമ്പോൾ നാം അറിയാതെ അവനിലേക്ക് നമ്മുടെ അവകാശങ്ങൾ മാറുകയാണ്. എന്നാൽ നാം ദൈവകൃപയിൽ നിൽക്കുമ്പോൾ നീതിമാന്റെ അവകാശത്തിൽ ദുഷ്ടൻ്റെ ചെങ്കോൽ ഇരിക്കത്തില്ല. നാം അത് മനസ്സിലാക്കണം. ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടെ കിടക്കേണ്ടി വന്നു. ശോധനകളെ കുറിച്ചാണ് പറയുന്നത്. തീയിലും വെള്ളത്തിലും വചനമുണ്ട്. നീ വെള്ളത്തിലൂടെ കിടക്കുമ്പോൾ കവിയത്തില്ല, തീയിലൂടെ കിടന്നാൽ അതിനെ ദഹിപ്പിക്കത്തില്ല. 2 തലങ്ങളാണ് പറയുന്നത്. ഞങ്ങൾ തീയിലും വെള്ളത്തിൽ കൂടി കടക്കേണ്ടി വന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു, കുരുരുകൾ താഴ്വരയിൽ കൂടി കടന്നു പോയാൽ. എന്നിട്ട് എഴുതിയിരിക്കുക, എങ്കിലും കടക്കേണ്ടി വന്നു, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. വേദനയിലൂടെ, തകർച്ചയിലൂടെ, സങ്കടങ്ങളിലൂടെ, ദുഃഖങ്ങളിലൂടെ പോയി കടക്കേണ്ടി വന്നു. കഠിന ശോധനയിലൂടെ പോകേണ്ടി വന്നു. യേശുവിനൊരു ഗത്സമന തോട്ടമുണ്ടായിരുന്നു. കർത്താവിനെ ആ തോട്ടം കഴിഞ്ഞാണ്, ആ കഷ്ടത കഴിഞ്ഞാണ് ആ 3-ാം നാൾ, ഉയർപ്പിൻ്റെ 3-ാം നാൾ. ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. വചനത്തിൻ്റെ വാതിലുകളെ തുറക്കുന്ന പരിശുദ്ധാത്മാവിനായി നന്ദി പറഞ്ഞു. എല്ലാവരുടെയും ജീവിതത്തിൽ യേശു പറഞ്ഞത് ഇടുക്കമുള്ള വഴിയാണ്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നു, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കും എന്ന് പറയാം. സമൃദ്ധിയിൽ എന്ന് പറയുമ്പോൾ എല്ലാത്തിലും ആരോഗ്യം, സന്തോഷം, സമാധാനം, നന്മ, അനുഗ്രഹം, സമ്പത്ത് നീ കൊണ്ടുവന്നിരിക്കുന്നു. ഞാൻ ഇതിലൂടെ ഒരു സന്ദേശം കേൾക്കുന്നവർക്ക് വേണ്ടി തരാം. ഞങ്ങളുടെ ജീവിതത്തിൽ ആ വേദനയിലൂടെ, വെള്ളത്തിൻ്റെ, തീയുടെ, കഷ്ടതയുടെ, ശോധനയുടെ കടക്കേണ്ടി വരും. പക്ഷെ നിങ്ങൾ ദൈവവുമായ ഉടമ്പടിയുള്ള ദൈവവേദനാണെങ്കിൽ, ഒരു പക്ഷേ നിങ്ങളുടെ അനുസരണക്കേട് നിങ്ങൾ മാനസാന്തരപ്പെട്ടാൽ വീണ്ടും ആ നന്മയിലേക്ക് നിങ്ങളെ കൊണ്ടുവരും. യോവൽ പ്രവചനത്തിൽ പറയുന്നതാണ്, ധാന്യം, വീഞ്ഞും, എണ്ണയും ഞാൻ നിങ്ങൾക്ക് തരും. നിങ്ങളുടെ നിന്ന ജാതികളുടെ ഇടയിൽ നിങ്ങളുടെ നിന്നേ ഞാൻ മാറ്റിക്കഴിയും. വീണ്ടും ഞാൻ നിങ്ങളെ റിസ്റ്റോർ ചെയ്യും, പുനഃസ്ഥാപിക്കും. അതുകൊണ്ട് ഇന്ന് ഏതെങ്കിലും അങ്ങനെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ട്, ഭാരപ്പെടേണ്ട. നീ അതിൽ നിന്ന് പുറത്തു വരും. യോബ് പറഞ്ഞ പോലെ എന്നെ തീയിലൂടെ കടത്തിവിട്, ഞാൻ ആ ശോധനയിൽ നിന്ന് പൊന്നുപോലെ ഞാൻ പുറത്തു വരും. നിങ്ങളുടെ എൻ്റെ അല്ല കേട്ടോ. ദൈവസാന്നിധ്യം നിങ്ങളുടെ കൂടെയുണ്ട്, അഭിഷേകം നിങ്ങളുടെ ഉണ്ട്, ദൈവകൃപ നിങ്ങളുടെ ഉണ്ട്. അനുവദിക്കുന്ന ഒരു ടെസ്റ്റ് ആയിരിക്കാം, ഒരു പക്ഷേ നിങ്ങളുടെ പിന്മാറ്റമായിരിക്കാം. ഏതിനും നിങ്ങൾ മാനസാന്തരപ്പെട്ടാൽ മതി. എന്നാൽ ടെസ്റ്റ് ആണെങ്കിൽ അവിടെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. കാര്യം നിങ്ങൾക്ക് തന്നെ തോന്നും, ദൈവകൃപയിൽ നിങ്ങൾ വലിയ കുഴപ്പമില്ല, നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നന്ദി പറഞ്ഞാൽ മതി. കർത്താവേ, തീയുടെ ശോധനയിൽ നീ ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി സ്തോത്രം, വെള്ളത്തിൻ്റെ ശോധനയിൽ നീ കൂടെ ഉള്ളതിനായി സ്തോത്രം. അത്രയും മാത്രം പറഞ്ഞാൽ മതി. ആമേൻ. അതുകൊണ്ട് നിങ്ങൾ പുറത്തു വരും, ഭാരപ്പെടേണ്ട. ഈ ജനത്തെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു, പ്രവചിക്കുന്നു. കാണുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും ആ അവസ്ഥയിൽ നിന്ന് പുറത്തു വരട്ടെ. അസമൃദ്ധിയിലേക്ക്, സമാധാനത്തിലേക്ക്, വിടുതലിലേക്ക് അവർ കടന്നു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. എനിക്കിത് അനുഗ്രഹമാണെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ധാരാളം പേർക്ക് അത് അനുഗ്രഹമാകട്ടെ.